എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ആരാണ് ഉസ്മാൻ തങ്ങളെന്നറിയുമോ? മസ്ജിദുൽ നബവിയിലേക്ക് കടന്നു ചെന്നിട്ട് ആ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും മക്കളും സ്വഹാബികളും കിടക്കുന്ന ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹ് ഒരാറടി മണ്ണ് അവിടെ തരണേ അല്ലാഹ്. നമ്മളിൽ പലരും ആഗ്രഹിച്ചു പോകുന്ന ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടന്നുറങ്ങുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്തെന്നറിയോ? വല്ലാത്ത ലജ്ജയാ. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. ഉസ്മാൻ തങ്ങളെ പോലെ ലജ്ജയുള്ള ഒരു മനുഷ്യനും ഈ ദുനിയാവിലില്ല. കാരണം വല്ലാത്ത ലജ്ജയായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ദീനിലേക്ക് നാലാമതായിട്ട് കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. പടച്ചറപ്പേ, ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ, നബിയുടെ കൈ തൊട്ട കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് 82ാമത്തെ വയസ്സിലാണ് ഉസ്മാൻ തങ്ങൾ ഷഹീദാകുന്നത്. പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഉസ്മാൻ തങ്ങൾ തന്റെ കൈ കൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ തൊട്ട കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ഉസ്മാൻ തങ്ങൾ സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും തൊട്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് ചരിത്രമറിയുമോ? ഉസ്മാൻ തങ്ങളുടെ ചരിത്രമറിയുമോ? ആരാധകയുടെ മടിത്തട്ടിൽ നിൽക്കുകയാണ്, ആയിഷാ ബീവിയുടെ മടിയിൽ കിടക്കുകയാ. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുന്നത്. ആരാ കടന്നു വരുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി അതുപോലെ കിടക്കുകയാണ്. ആയിഷാ ബീവിയുടെ മടിയിൽ കിടക്കുകയാണ്. അവിടുത്തെ കമീസിന്റെ തുണി പൊങ്ങിയിരിക്കുകയാണ്. റസൂലുള്ളാഹി അതുപോലെ കിടന്നു. അബൂബക്കർ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് വന്നിരുന്ന് സംസാരിച്ചു. അവിടുന്ന് സലാം പറഞ്ഞു പിരിഞ്ഞുപോയി. കുറേ സമയം കഴിഞ്ഞു. വീടിന്റെ വാതിലിൽ രണ്ടാമതും സലാം കേൾക്കുകയാ. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കടന്നു വരികയാണ്. റസൂലുള്ളാഹി എഴുന്നേറ്റില്ല, വസ്ത്രം നേരെയിട്ടില്ല. അതുപോലെ തന്നെ ഭാര്യയുടെ മടിയിൽ കിടന്നു. ഉമർ തങ്ങളും അന്ന് മുത്തുനബിയുടെ ചാരത്തിരുന്ന് സംസാരിച്ചു. ഇവിടുന്ന് സലാം പറഞ്ഞു തിരിച്ചുപോയി. പക്ഷേ മൂന്നാമതും കവാടത്തിൽ സലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചാടി എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അതുപോലെ കിടന്നിരുന്ന ഭാര്യയുടെ മടിയിൽ വെച്ചിരുന്ന തലയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഉയർത്തുകയാണ്. വസ്ത്രം അവിടുന്ന് നേരെ പിടിച്ചിടുകയാണ്. ആരാ കടന്നത് വന്നത്? ഉസ്മാൻ തങ്ങളാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. പ്രവാചകന്റെ ചാരത്തിരുന്ന് സംസാരിച്ച് തിരിച്ചുപോയി. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ വാപ്പ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ.
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തല വെച്ചിട്ട് നബി തങ്ങൾ കിടക്കുകയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കമീസ് ഒരൽപ്പം പൊങ്ങിയിരുന്നു, ഔറത്ത് വെളിവായിട്ടൊന്നുമില്ല. അപ്പൊ അബൂബക്കർ തങ്ങൾ വന്നപ്പോ മുത്തി നബി അതുപോലെ തന്നെ കിടന്നു. ആയിഷ ബീബി ചോദിച്ചു, എന്റെ ഉപ്പ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ല, വസ്ത്രം നേരെ ഇട്ടില്ല. ഉമർ തങ്ങൾ വന്നു, അപ്പോഴും എഴുന്നേറ്റില്ല, വസ്ത്രം നേരെ ഇട്ടില്ല. ഈ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ എന്തിനാ എഴുന്നേറ്റേ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ എന്തിനാ എഴുന്നേറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ വല്ലാത്ത ലജ്ജയാ, ഉസ്മാൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. ഉസ്മാൻ വല്ലാത്ത ലജ്ജയാ, ലജ്ജയുള്ള സഹാബിയ ഉസ്മാൻ. ഉസ്മാന്റെ മുന്നിൽ അങ്ങനെ കടക്കാൻ എനിക്ക് മടിയാ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തിയ സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളുടെ ജീവിതം കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഗുണമാണ് മഹാനവറുകൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കില്ലാത്ത ഒരു ഗുണമാണ് മഹാനവറുകൾക്ക് ഉണ്ടായിരുന്ന ഗുണം, ലജ്ജ. നമുക്ക് ലജ്ജ എന്ന് പറയുന്ന സാധനമേ നമുക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയ ഒരു ഗുണം ആണിനുമില്ല, പെണ്ണിനുമില്ല, പ്രായമുള്ളവനുമില്ല, പ്രായമില്ലാത്തവനുമില്ല, പള്ളിക്കമ്മറ്റിക്കാരനുമില്ല, വഅദ് പറയുന്നവനുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലജ്ജ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മൾ എല്ലാവരും വഅദ് കേൾക്കാൻ വന്നു. ഈ വഅദ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ കാണണം, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഈ വാപ്പാമാര് ഇന്ന് പ്രസംഗം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് അല്ലാഹുവേ വഅദും കേട്ട് മഹാനവറുകളുടെ ഉറൂസിൽ ഇന്ന് ഇവിടെ ഇരുന്ന് ദുആ ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് പോകും. ഈ പോകുന്ന വഴിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വഅദ് കേൾക്കാൻ വന്നവര് മുഴുവനും, എല്ലാരും ഒന്നുമില്ല, ഏകദേശം ഈ വഅദ് കേൾക്കാൻ വന്ന വാപ്പമാര് മുഴുവനും തിരിച്ചു പോകുന്ന രംഗം നിങ്ങളൊന്ന് കാണണം. ഈ മുണ്ടങ്ങട്ട് മടക്കിയിട്ടൊരു ഉടുത്ത, ഈ മുണ്ടങ്ങട്ട് പൊക്കി അങ്ങോട്ട് ഉടുത്ത് ഉപ്പാന്റെ അടി കിടക്കണം നിക്കർ പുറകെ വരുന്നവൻ കാണണം. ഈ ഇരിക്കട വയല് കേൾക്കണം ഉപ്പമാര് റോഡിൽ കൂടെ നടക്കുന്നത് കാരണം മുണ്ടും മടക്കി കുത്തി ഈ ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പാടെ തൊട നാട്ടുകാരെ മുഴുവനും കാണിച്ചുകൊണ്ട് നടക്കുക. ഈ പോകണ മനുഷ്യനറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താ. ഈ ഉപ്പായിക്കറിയാം ഇത് ഔറത്താണ്, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, തുറന്നിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കണവരെ നമ്മളിൽ പലരും. പിന്നെ ചെറുപ്പക്കാരുടെ കാര്യം പറയണ്ട, ഓൻ തുടകീറിയ പാൻറ് വിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അവൻ എന്തു പറയാൻ? പെണ്ണുങ്ങളെ പിന്നെ ഞാനൊന്നും പറയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്ത ഇതാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവരാ നമ്മൾ. എന്തേ ഉപ്പ ചിന്തിക്കാത്ത? മുടിയൊക്കെ നരച്ചു, പ്രായമായില്ലേ നിനക്ക്? ഇത്രയ്ക്കും ബോധമില്ലാതെ ജീവിക്കുന്നല്ലോ. ഇട സ്വന്തമേ നശിച്ചു, മറ്റുള്ളവരെ കൂടെ എന്തിനാ നശിപ്പിക്കുന്നേ? നാട്ടുകാർ അത്ര പെണ്ണുങ്ങൾ നടന്നു പോകുന്നു, ആണുങ്ങൾ നടന്നു പോകുന്നു, കൊച്ചുമക്കൾ നടന്നു പോകുന്നു. അവരുടെ മുന്നിലൂടെ പരസ്യമായിട്ട് നിന്റെ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് നടക്കാൻ നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം നമുക്കില്ലാതെ പോകുന്ന സഹോദര. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഇനി നിങ്ങൾ എല്ലാവരും ഔറത്ത് വെളിവാക്കാത്തവരാണെന്ന് ഞാൻ സമ്മതിക്കാം. ഈ വയതിന് വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഔറത്തുകൾ നിങ്ങൾ പുറത്തു കാണിക്കുന്നവരല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന ഫർദ ധരിച്ച സഹോദരി, നമ്മളൊക്കെ ചിന്തിച്ച് നമ്മുടെ വീട്ടിൽ ഒന്ന് വന്നു നോക്കണം. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഇപ്പൊ ഇവിടെ ഇരിക്കണ പല ചെറുപ്പക്കാരെയും നിങ്ങൾ കാണണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിനകത്ത് നിക്കർ ഇട്ടുകൊണ്ടാണ് നടക്കണ, വെറുമ്പൂട. നമ്മുടെ മക്കൾ പ്രായപൂർത്തിയായ 10, 15, 20 വയസ്സുള്ള നമ്മുടെ മക്കള് നിക്കർ ഇട്ടുകൊണ്ട് വീട്ടിൽ കൂടെ നടക്കുകയാ. അവിടെ പ്രായപൂർത്തിയായ 18കാരിയുണ്ട്, അവന്റെ സ്വന്തം പെങ്ങൾ അവിടെയുണ്ട്. ആ പെങ്ങളുടെ മുന്നിലൂടെ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവരാ നമ്മള്. നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ നമ്മൾ ചോദിക്കൂ, ഉസ്താദെ സഹോദരനല്ലേ, സഹോദരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, സഹോദരന്റെ ഔറത്ത് സഹോദരിക്ക് കാണാവോ? നിങ്ങൾ പറയറോ, കാണാവോ? എടാ, നിന്റെ ഔറത്ത് നിന്റെ സഹോദരിക്ക് കാണാൻ പാടുണ്ടോ? സഹോദരിയുടെ ഔറത്ത് നിനക്ക് കാണാൻ പാടുണ്ടോ? പോട്ടെ, നിന്റെ ഉമ്മാടെ ഔറത്ത് നിനക്ക് കാണാൻ പറ്റുമോ?
ഏറ്റവും കുറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, നിന്റെ വാപ്പാടെ ഔറത്ത് നിന്റെ ഉമ്മയുടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? അതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നത് ഖുർആൻ ഓതാത്തെ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഉസ്താദേ, അവര് കൂടപ്പിറപ്പുകളല്ലേ, എന്താ കണ്ടോ? എന്നാ പിന്നെ ഒന്നുവിടാതെ നട കൂടപ്പിറപ്പാണെങ്കിൽ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കള് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ഏത് മക്കള്? 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം, എന്നിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പോ ഉള്ളത് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു സ്നേഹക്കുറവ് പോലെ. ഞാൻ ഉള്ളത് പറയും. ഇവിടെ സ്വന്തം മാപ്പയുടെയും ഉമ്മയുടെയും ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അങ്ങനെ ചിന്തിക്ക്. വാതിലി തട്ടിയിട്ട് ചോദിക്കണം, ഞാൻ കയറി വരട്ടെ. അനുവാദം കൊടുത്താൽ മാത്രമേ കയറാൻ പാടുള്ളൂ. ഏതാ 3 സമയം? 1 വെളുപ്പാങ്കാലം, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രി. ഈ 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ വീടിന്റെ റൂമിനകത്ത് കയറാൻ പാടില്ല. എന്തേ അതിന് കാരണം? ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. നമ്മളൊക്കെ ഉറങ്ങുന്നത് മുണ്ടെടുത്തിട്ട് നല്ലതുപോലെ മുറുക്കി ഉടുത്തിട്ടാ കിടക്കണേ. പക്ഷെ രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേക്കുമല്ലോ. എഴുന്നേക്കുമ്പോ ആദ്യം തിരയേണ്ടത് ഈ മുണ്ടവിടാണ്. നമ്മളെല്ലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തരയണ ഇന്നലെ രാത്രി ഒരു മുണ്ടെടുത്ത്. ആമിന് എന്റെ മുണ്ടെന്ത്? ഓ മനുഷ്യ കട്ടിലിനടി കിടക്കുന്നു, ആലോചിക്ക്. അപ്പൊ രാവിലെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് നീയും നിന്റെ ഭാര്യയും കൂടെ റൂമിനകത്ത് കിടക്കുമ്പോ ഈ 7 വയസ്സുള്ള ഒരു മകൻ എങ്ങാണം ചോദിക്കാതെ റൂമിനകത്ത് കയറി വന്ന, എന്റെ പ്രിയപ്പെട്ടവരെ, ഗോപ കടപ്പുറത്ത് സായിപ്പ് കിടക്കണ പോലെ വാപ്പ കിടക്കണേ. എടാ, നിങ്ങൾ ചിന്തിക്ക്. വാപ്പാടെ ഔറത്ത് കണ്ട ആ കുട്ടിക്ക് എന്തെങ്കിലും, കുട്ടിക്ക് പോട്ടെ, നിനക്ക് തോന്നുമോ? 50 വയസ്സുള്ള 40 വയസ്സുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വാപ്പയുടെയോ നിങ്ങളുടെ ഉമ്മയുടെയോ ഔറത്ത് കണ്ട ഒന്നും തോന്നാറില്ല. പിന്നല്ലേ കൊച്ചുകുട്ടികൾക്ക്. എന്നിട്ടും അല്ലാഹ് പറഞ്ഞു കാണണ്ട. അതാ ദീൻ. ഇതാണ് ദീൻ. നിനക്ക് തോന്നുമ്പോ മാറാനുള്ളതല്ല. അള്ളാന്റെ ദീൻ ഇതാണ്. അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഉമ്മയുടേതാണെങ്കിലും കാണണ്ട, വാപ്പയുടേതാണെങ്കിലും കാണണ്ട. പക്ഷെ നീയോ, എന്റെ ഉപ്പ, നീ ചിന്തിക്ക്. നീ പള്ളിയിൽ വന്ന് ഇശായി നിസ്കരിച്ച് താടിയും വളർത്തി ഹജ്ജും ചെയ്ത് നടക്കുന്ന ഹാജിയാരായ നീ നിന്റെ പെണ്ണുമ്പുള്ളയുടെ കോലം കണ്ടിട്ടുണ്ട? നീ താടിയും തഴമ്പിട്ട് കിടക്കാ. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലിയ ഹാജിയാരാ, കല്യാണ വീട്ടിലെ ഹാജിയാര് വന്നിറങ്ങും. ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ ഹാജിയാര് പടച്ചവനെ കാണുമ്പോ നല്ല താടിയും നല്ല ജുബ്ബയും തഴമ്പല്ലാണ്ട് പുറകിലിറങ്ങണ ആമിനായെ കണ്ടു കഴിഞ്ഞ പടച്ചവനെ കണ്ണു തള്ളിപ്പോവാ. എന്റെ ഉപ്പമാരെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്റെ വീടിന്റെ അകത്ത് 18 വയസ്സുള്ള നിന്റെ മകളുടെ മുന്നിലൂടെ 25, 20, 22 വയസ്സുള്ളവൻ നിക്കറിട്ടുകൊണ്ട് നടക്കുമ്പോ അവന്റെ പെടലിക്കൊന്ന് കൊടുത്തിട്ട്, എടാ ഇവിടെ പെണ്ണുങ്ങൾ ജീവിക്കുന്നുണ്ട്, ഇങ്ങനെ നടക്കരുത് എന്ന് പറയാൻ എന്തുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്നില്ല? അവിടെയാ നിനക്ക് പിഴവ്. എന്റെ പെങ്ങളോട് ചോദിക്കുന്നു, വെളിയിൽ ഇറങ്ങുമ്പോ മോള് ഫർദയും ഹിജാബും വീട്ടിലോ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ എന്തുകൊണ്ട് ഇത് തെറ്റാണെന്ന് നീ പറയുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ കടന്നു പറയുകയാ, ആളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാ. അവരോട് അല്ലാഹു സംസാരിക്കില്ല, അവരോട് അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല. അവരാണ് പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരെന്ന് മുത്തുനബി എവിടെന്ന് പറയുന്നു. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ആരാണ് നബിയേ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്. അള്ളാന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവൻ കള്ളു കുടിച്ച് നടക്കണവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, ശിർക്ക് ചെയ്യുന്നവനല്ല. ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാരാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
വാപ്പാ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നീ അത് തിരുത്തിയില്ലെങ്കിൽ, നീ എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും എത്ര നീ നല്ലവ ചെയ്യുന്നവനാണെങ്കിലും അല്ല നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. പാടച്ചവൻ നിന്നെ പിടിക്കും വാപ്പ, അല്ല നിന്നെ ഉരുക്കും. നാളെ അല്ലാഹു നാളെ നിന്നെ പരലോകത്ത് പിടിച്ചു നിർത്തിയിട്ട് റബ്ബ് നിന്നെ വിടൂല. നീ ഓർത്തോ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബി പറഞ്ഞു, ആ ഒരു വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഒരു വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഏത് വീട്ടില്? മക്കളെ നന്നാക്കാൻ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വീട്ടിൽ. തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഏത് വീട്ടിലാണോ ഒരു കമ്പ് സൂക്ഷിക്കുന്നത്, ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ആരുടെയെങ്കിലും വീട്ടില് അങ്ങനെ ഒരു കമ്പുണ്ടോ? മക്കളെ നന്നാക്കാൻ വേണ്ടി, മക്കളെ തല്ലി നേരെയാക്കാൻ വേണ്ടി വീട്ടിലൊരു മടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. 1, 2, 3, 4, 5, 6 പേര്. അള്ളാഹു നിങ്ങൾക്ക് 7 പേർക്കും സ്വർഗം തരുമാറാകട്ടെ. ബാക്കിയുള്ളവർ ചിന്തിക്ക്. TV ഉണ്ടോ? കയ്യൊന്നും പൊക്കണ്ടാട്ടാ, നമ്മളെ ഇല്ല, അവരാരും കാണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ. പണ്ട് വീട്ടിലൊരു വടി ഉണ്ടാകും. നമ്മുടെ ശൈത്താൻ ഇളകുമ്പോ ആ വടിയായിരുന്നു നമ്മുടെ ശൈത്താൻ മാറ്റിയിരുന്നത്. നമുക്കിങ്ങനെ ഇളകാറുണ്ട് ചില സമയത്ത്. അപ്പൊ ഉമ്മ ഇങ്ങനെ ചോദിക്കും, സിറാജേ, അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് നോക്കടാ, ഒരു കാപ്പിക്കമ്പുണ്ടായിരുന്നു എന്റെ വീട്ടില്. അള്ളാഹുവിന്റെ ഉപ്പാടെ കബറിടം വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരു നന്നാക്കിയിരുന്നത് ഒരു വടിയാ. ഇന്നോ നമ്മൾ വടിവെട്ടി വെക്കൂല. കാരണം ആ വടി എടുത്തിട്ട് മക്കളെ നമ്മളെ തല്ലിക്കളയും. അതാ നമ്മുടെ അവസ്ഥ. നമുക്ക് പേടിയാ വടിവെട്ടി വെക്കാൻ. കാരണം ആ കമ്പെടുത്ത് മക്കളെ നമ്മളെ തല്ലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാ, മഹാനായ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വല്ലാത്തൊരു ഗുണമായിരുന്നു വല്ലാത്ത ലജ്ജയുള്ള സഹാബിയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിങ്ങൾ എത്ര വഴുതു പറഞ്ഞാലും ഞാൻ എന്റെ ഫാഷൻ മാറ്റൂല. ഞാൻ ഇങ്ങനെ നടക്കൂ. ഇങ്ങനെ വേണമെങ്കിലും നടക്കാമടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വഴുതു കഴിഞ്ഞിറങ്ങി പോകുമ്പോ തലയിലിട്ടിരിക്കുന്ന ഫർദയുണ്ടല്ലോ, തലയിലിട്ടിരിക്കുന്ന തുണിയെടുത്ത് കയ്യിൽ കറക്കി കൊണ്ട് വേണമെങ്കിൽ നിനക്ക് പോകാം. മോളെ, എങ്ങനെ വേണമെങ്കിലും നിനക്ക് ജീവിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ. ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാമല്ലോ. സ്വമേധയാൽ രാജ്യങ്ങളല്ലേ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നല്ല മനസ്സോടുകൂടി ഒരുത്തനെ പിടിച്ചിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട കേസ് പോലും ഇല്ലല്ലോ നമ്മുടെ രാജ്യത്ത്. എങ്ങനെ വേണമെങ്കിലും നടക്കാം, വേണമെങ്കിൽ ഉരിഞ്ഞിട്ടിട്ട് നടക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. നിങ്ങളൊക്കെ എത്ര വയലു പറഞ്ഞാലും ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവില്ല ഉസ്താദേ. നിങ്ങൾ എത്ര വേണമെങ്കിലും പറഞ്ഞോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജയില്ലാതെ പോയില്ലേ? അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പത്രങ്ങളും മാധ്യമങ്ങളും വായിക്കുന്നവരല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ നമ്മുടെ പെൺമക്കളുടെ അവസ്ഥകള്? ബൈക്കിലൂടെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തവർ അത്ഭുതം തോന്നുകയാണ്. റോഡിലൂടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നില്ലേ? ആണുങ്ങളുടെ മടിയിൽ കയറിയിരിക്കുന്ന പെണ്ണുങ്ങളില്ലേ? ബീച്ചുകളിൽ പോകാൻ കഴിയുന്നുണ്ടോ? പാർക്കുകളിൽ പോകാൻ കഴിയുന്നുണ്ടോ? ബസ്സുകളിലും ട്രെയിനുകളിലും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടോ? കൊച്ചവനെ, എവിടെ പോയാലും നമ്മുടെ പെൺമക്കൾ കാണിക്കുന്ന കോലങ്ങൾ കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, മോളെ, എങ്ങനെ വേണമെങ്കിലും നിനക്ക് ജീവിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നിന്റെ രാജ്യത്തുണ്ട്. നീയൊന്ന് മനസ്സിലാക്കണം പെങ്ങള്. പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. ഒരു കരുണ കാണിക്കണം മോളെ. എന്റെ കൂടെ കറങ്ങുമ്പോ, റോഡിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ സഞ്ചരിക്കുമ്പോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ നീ ഒരേ ഒരു കാര്യമൊന്ന് ചെയ്യാൻ കഴിയുമോ? ഇട്ടിരിക്കുന്ന ഫർദയൊന്ന് ഊരി മാറ്റണേ പെങ്ങളെ.
ഫർദ ധരിച്ചുകൊണ്ട് നീ ഇങ്ങനെ കാണിക്കരുത്. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഉറങ്ങണോ, സുഖിക്കണോ, അടിച്ചു പൊളിക്കണോ, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. പക്ഷേ നീ ധരിച്ചിരിക്കുന്ന ഫർദയ്ക്കൊരു വിലയുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു മഹത്വമുണ്ട്. ആര് ധരിച്ച ഫർദ എന്നറിയുവോ? ഖദീജ ബീവി ധരിച്ചതാ, ആയിഷ ബീവി ധരിച്ചതാ, ഫാത്തിമ ബീവി ധരിച്ചതാ, റാബിയത്തുൽ അദവിയ്യ ധരിച്ചതാ, നഫീസത്തുൽ മിസ്രിയ ധരിച്ചതാ. മുൻഗാമികളായ ഒരുപാട് മഹദിമാര് അവരൊക്കെ ധരിച്ചിരുന്ന ഫർദയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി ധരിച്ചതാണ്. അത് നീ മറന്നു പോകരുത്. ആരാണ് ഫാത്തിമയെന്ന് നിനക്കറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു പോകണമെങ്കിലോ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാലേ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ. ആരാ ഫാത്തിമയെന്നറിയോ? മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, അലിയേ, മരിച്ചു കഴിഞ്ഞാൽ എന്നെ പകല് കബറടക്കണ്ടേ, എന്നെ രാത്രിയിലെ കബറടക്കാവൂ, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ആര് എന്നോട് ചോദിച്ചു, ഫാത്തിമ എന്തുകൊണ്ടാ പകല് കബറടക്കരുതെന്ന് പറയുന്നത്, രാത്രിയിലെ കബറടക്കാവൂ എന്ന് പറയാനുള്ള കാരണമെന്തോ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അലിയേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കഫൻ പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ. എന്റെ ജനാസ ഇങ്ങനെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞോ, എന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ, കബറിലിറക്കുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. എനിക്കത് ഇഷ്ടമല്ല അലിയേ. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് പറഞ്ഞതാ പെണ്ണ്, ഫാത്തിമ ബീവി ധരിച്ച ഫർദയാ പെങ്ങള്. കൊണ്ട് നീ സൂക്ഷിച്ചോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, എങ്ങനെ വേണമെങ്കിലും ആസ്വദിക്കാമല്ലോ. പക്ഷേ ഒന്ന് മാത്രം നീ ഓർത്തു വെച്ചോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, നടുറോഡിലൂടെ ചെറിയ പാൻറിലിട്ടുകൊണ്ട് തുട കാണിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, പിരിഞ്ഞു പോകുമ്പോ മടക്കി കൊടുത്തിട്ട് ഔറത്ത് വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന വാപ്പാ, നിനക്കെങ്ങനെ വേണമെങ്കിലും നടക്കാം, നിനക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നീ ഒരേ ഒരായത്ത് ഓർത്തു വെച്ചോ. ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്തു മറന്നാലും നീ ഇത് മാത്രം മറക്കരുത്. എന്ത് വേണമെങ്കിലും നീ മറന്നു കളഞ്ഞോ. ഈ ഒരായത്ത് നിന്റെ ഹൃദയത്തിന് നീ എഴുതി വെക്കണം. ഏതായത്തെന്നറിയുമോ? യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മറക്കല്ലേടാ ചെറുപ്പക്കാരാ. കാട് പിടിച്ചതുപോലെ മുടി വളർത്തിയിട്ട് അതാ മോഡൽ വസ്ത്രം ധരിച്ച് റബ്ബിനെ മറന്ന് നടക്കുന്ന ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും, നീയൊക്കെ എങ്ങനെയൊക്കെ കടന്നിവിടെ ജീവിച്ചാൽ അവസാനം നീ എന്റെ മുന്നിൽ തന്നെ വരുവടാ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു
ദിവസം നീ എന്റെ മുന്നിൽ തന്നെ തിരിച്ചു വരേണ്ടവനാ. അല്ലാഹു പറയുകയാ, നീ എവിടെ പോയാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും അവസാനം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. ഇതൊരു ഓർമ്മപ്പെടുത്തലാ, ഇതൊരു വലിയ താക്കീത, ഒരു ഭീഷണിയാ. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത്, എങ്ങനെ വേണേലും നടന്നോ, തിരിച്ച് അവസാനം അങ്ങോട്ട് തന്നെ പോകേണ്ടവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ലജ്ജയുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. കുറച്ച് നാണവും മാനവൊക്കെ വേണം. ഇത്തിരി നാണവും മാനവൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? നാണവും മാനവും ഇല്ലാതെ പോകുമ്പോഴാ കണ്ടില്ലേ, പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാ, പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ അടുത്തൊരു പെണ്ണ് പ്രസവിച്ചു. വീട്ടിലാരും അറിഞ്ഞില്ല, കുടുംബക്കാരും അറിഞ്ഞില്ല. കാമുകനിലൂടെ ഗർഭിണിയായിട്ട് 9.5 മാസക്കാലം വയറ്റത്ത് തുണി വെച്ച് കെട്ടിക്കൊണ്ട് നടന്നിട്ട് അവസാനം പെണ്ണ് പ്രസവിച്ചു. എന്നിട്ട് ബക്കറ്റ് റെഡിയാക്കി വെച്ചു. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ അതിനകത്തിട്ട് അടച്ചു കളഞ്ഞു. ഷബീബ് എന്ന് പറയുന്ന ഒരു മോനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ കരയുന്നുണ്ട്. ഷബീബ് ഇവിടെ കാണണ്ടാ? ഷബീബിനെ കാണാനില്ല. ഉമ്മ എന്തിനാ പേടിക്കണം? ഓൻ ഇവിടെ വിടോ നടക്കുന്നുണ്ട്. എന്താടാ ഷബീബെ? ആരാ ഷബീബ്? നീയാണോ? അവന്റെ ഉമ്മ പേടിക്കണ്ട, 3-ാമത്തെ സഫിൽ ഇരിപ്പുണ്ട് വയത് വെക്കാൻ. ഷബീബിന്റെ ഉമ്മ കരയണ്ട, ഓനിവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളിരിട ചങ്ങായിമാരെ. അല്ലാഹു, നീ പഠിക്കണ്ട, നീ ഷബീബ്, നീ ഇരുന്നോ ചങ്ങായി, ഇരിടാ അവിടെ. ഉമ്മ കേട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഉമ്മയ്ക്ക് അവനെ കുറിച്ച് ഓർമ്മയുണ്ടായല്ലോ. അല്ലാഹു ആ പൊന്നുമോനെ സാലിഹാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നിങ്ങൾ കണ്ടില്ലേ, വെള്ളവും ബക്കറ്റും റെഡിയാക്കി വെച്ച് പ്രസവിച്ച ഉടനെ അതിനകത്ത് എടുത്തിട്ട് അടച്ചു. പ്രസവത്തിന് മരണവേദന എന്ന് ആമിന പറയണേ. കുറച്ചു നാള് മുമ്പ് ഒരാൾ യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിച്ച ഉടനെ പൊക്കിൾ കൂടി മുറിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ടാ. അപ്പൊ എന്താ നിങ്ങൾ ചിന്തിക്കും, ഒരു പെണ്ണ് ഗർഭിണിയായിട്ട് വീട്ടുകാർ പോലും അറിയുന്നില്ലെങ്കിൽ ആ ഉമ്മയും വാപ്പയും ആ മകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കണ്ടേ. നമ്മൾ ചിന്തിക്ക്, എല്ലാം തലകണ പോലത്തെ മൊബൈലും കൊണ്ട് നടക്കുകയാ. തമിഴ്നാട്ടിൽ എങ്ങാണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ ഒരുത്തനെ ഇറച്ചി വെട്ടണ പോലെ വെട്ടിമുറിച്ച് കളഞ്ഞില്ലേ? ഇതൊക്കെ എന്തേ നമ്മൾ പഠിക്കാത്ത? 18 കഴിഞ്ഞ് 21ലേക്ക് കയറിയിരിക്കുകയാ. 18 വയസ്സ് കാമുകൻ എങ്ങനെയെങ്കിലും പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, 18 തികയുമ്പോ നീ ഇറങ്ങണം. കോടതിയിൽ പോകുമ്പോ ജഡ്ജി ചോദിക്കും, നിനക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, നിനക്ക് ആരുടെ കൂടെ പോകണം? കാമുകനെ വേണോ, മാതാപിതാക്കളെ വേണോ? എന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ വിടും എന്ന് ക്ലാസ് കൊടുത്തിരുത്തിയതാ. ഇപ്പൊ ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രം എണ്ണാൻ തുടങ്ങി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്മാന് തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ തൊട്ടതിന് ശേഷം മരിക്കണ കാലം വരെ ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല. നമ്മളോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിക്കണം, കുളിക്കുമ്പോ വീട്ടിൽ ആരുമില്ല, റൂം പൂട്ടിയിട്ടിട്ട് കുഞ്ഞിനെയും കൊണ്ട് ബാത്റൂമിനകത്ത് കയറിയിട്ട് പെണ്ണുങ്ങൾ കുളിക്കുക, ഉമ്മാടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുക മക്കള്. ഉടുതുണിയില്ലാതെ പാട്ടും പാടി കുളിക്കണവരോടാ ഞാൻ ഈ കഥ പറയുന്നത്. നമ്മൾ ചിരിക്കണ്ട, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ എത്ര പേർക്കാ കുളിക്കുമ്പോ ബാത്റൂമിനകത്ത് ഔറത്ത് മറച്ചിട്ട് കുളിക്കണ എത്ര പേരാ ഉള്ളേ? അവിടെ ഇങ്ങനെ പാട്ട ഉരിഞ്ഞങ്ങിട്ടിട്ടിട്ട് എന്തെല്ലാം പാട്ട് പാടിയിട്ട് നമ്മൾ കുളിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പാപ്പാ, നിന്റെ മകൻ നിന്റെ മകളുടെ മുന്നിലൂടെ ഔറത്ത് മറയ്ക്കാതെ നടന്നാൽ അവന്റെ ചെവിക്ക് പിടിച്ചിട്ട് അവനെ നന്നാക്കണം. നിന്റെ മകളോട് പറയണം. അതുപോലെ ഉമ്മയായ നീ നിന്റെ മക്കളുടെ മുന്നിൽ പോകുമ്പോ ഔറത്ത് തുറന്നിട്ട് ഉസ്താദിനെ കാണുമ്പോ തലമറയ്ക്കും. മക്കളുടെ മുന്നിൽ ഒന്നുമില്ല. ഉസ്താദിനെ കാണുമ്പോ, നാട്ടുകാരെ കാണുമ്പോ തലമറയ്ക്കും. എന്റെ മക്കളുടെ മുന്നിൽ എന്ത് സിബിടണ്ടേ? അല്ലെങ്കിൽ എന്ത് തലം മറക്കണ്ടേ? ചിന്തിക്ക് നീ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ലജ്ജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്ന 2ാമത്തെ ഗുണം ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ. ലോകത്ത് കടന്നു വന്ന 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ പെൺമക്കളിൽ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ലോകത്തെ ഏക മനുഷ്യൻ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ലോകത്ത് കടന്നു വന്ന 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നു. ഒരു പ്രവാചകന്റെ 2 പെൺമക്കൾ ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉസ്മാൻ തങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ.
അത് ഉസ്മാൻ തങ്ങളുടെ ഒരു അംഗീകാരമാ, ഒരു വലിയൊരു ഭാഗ്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രങ്ങൾ വായിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് അബൂജഹലിന്റെ മകനായ ഉത്തൈബയായിരുന്നു. ഉത്തൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി കടന്നു വന്നപ്പോ അബൂജഹൽ പറയും അടിക്കാൻ, മകൻ ഭാര്യ അടിക്കും, റസൂലുള്ളാഹി തങ്ങളോടുള്ള ദേഷ്യം കാരണം മകളെ തല്ലുമായിരുന്നു. മുത്തുനബി അവിടെ നിന്നൊരിക്കൽ മനസ്സു വേദനിച്ചിട്ട്, ഒരു വാപ്പയ, അത് മുത്തുനബിയാണെങ്കിലും സാധാരണ മനുഷ്യനാണെങ്കിലും മക്കളെ തല്ലുന്നത് കണ്ട സഹിക്കൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ അറിയണം, കല്യാണം കഴിക്കും, പെണ്ണ് കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് അങ്ങോട്ട് തല്ലുക ഭാര്യയെ തല്ലുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആണത്വമാണ് ഇത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അത് ആണത്തമാണെന്ന്. ഒരിക്കലും ആണത്തമല്ലടാ. ഭാര്യയെ തല്ലുന്നതിൽ എന്ത് അന്തസ്സാവുള്ളേ, ഒരിക്കലും ഭാര്യയെ തല്ലാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനൊക്കെ കല്യാണത്തിന് നിക്കാഹിലിരിക്കുമ്പോ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് എപ്പോഴും ഞാൻ പറയും, മക്കളെ, കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, കല്യാണത്തിന്റെ തലേ ദിവസം ഏതെങ്കിലും ഉസ്താദന്മാരടുക്കൽ പോയിട്ട് ഈ വിവാഹത്തിന് പറയുന്ന സീകയൊന്ന് പഠിക്കണം. ഏറ്റവും കുറഞ്ഞ അത്രയെങ്കിലും നീ ചെയ്യണം. കല്യാണത്തിന്റെ വേളയിൽ ഉസ്താദ് പറഞ്ഞു കൊടുക്കും, മുസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വ അൻകഹത്. സത്യം പറഞ്ഞ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ടവൻ ഇരുന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വലിയ സങ്കടമാണ്. ഓന് പറയാൻ തന്നെ അറിയില്ല, എന്താണ് ഈ പറയുന്നതെന്ന് പോലും നേരെ ചൊവ്വ പറയാൻ അറിയില്ല. എന്താ ഈ പറയണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തരുന്നതിന്റെ മലയാള അർത്ഥം നിനക്കറിയോ? നീ പഠിക്കണം. ഒരു വാപ്പ പറയുകയാ, 10-18 വർഷക്കാലം ഞാൻ പൊന്നുപോലെ വളർത്തി എന്റെ പൊന്നുമോളെ, നീ തരുന്ന ഈ മഹറിന് പകരം ഞാൻ എന്റെ മകളെ നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാ. എന്റെ മകളെ ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാ. നീ എന്ത് ചെയ്യരുത്. എന്റെ മകൾ എല്ലാം തികഞ്ഞവളൊന്നുമല്ല, അവള് പാവപ്പെട്ടവള, അറിവില്ലാത്തവള, എല്ലാം തികഞ്ഞവളൊന്നുമല്ല എന്റെ മോള്. എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മോൻ ക്ഷമിക്കണം. എന്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ തിരുത്തി കൊടുക്കണം. എന്റെ മോളെ തല്ലരുത്, എന്റെ മോളെ നീ കൊല്ലരുത്. ഒരു വാപ്പ കൈ പിടിച്ചിട്ട് പറഞ്ഞു തരുന്നത് ഇതാ. നീ എല്ലാം സമ്മതിക്കും, എന്നിട്ട് കൊണ്ടുവന്നിട്ട് ആ പാവപ്പെട്ടവളെ എടുത്തിട്ട് ഇടിക്കുകയും ചവിട്ടുകയും ചവിട്ടി തേൽക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ബദർ യുദ്ധത്തിന് പോകുമ്പോ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനും വരുന്നു ബദർ യുദ്ധത്തിന്. വേണ്ട, പോയി ഭാര്യയെ ഖിദ്മത്ത് ചെയ്യ്. നിന്റെ ഭാര്യ രോഗം പിടിച്ചു കിടക്കുകയാ, നീ ബദർ യുദ്ധത്തിന് വരണ്ട. നീ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്, നീ പോയി നിന്റെ ഭാര്യയെ നോക്ക്, അവൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ. ബദർ യുദ്ധത്തിന് പോലും നീ വരണ്ട. രോഗം പിടിച്ചു കിടക്കുന്ന നിന്റെ ഭാര്യയെ പോയി നീ സൂക്ഷിക്ക്, നീ അവളെ സഹായിക്കുന്ന മുത്തുനബി പറയുമ്പോ അതാണ് സഹോദര ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കതൊന്നും അറിയില്ല. നമുക്കിങ്ങനെ ചുമ്മാതെ വേറെ പല പരിപാടികളും കറക്കവും മാത്രം. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ സ്ഥലപ്പേരെന്താ? കാട്ടിലെ വഴുതു പറയുന്നവന് ഒന്നുമില്ല, കേൾക്കാൻ വന്നവർക്ക് ചായ അല്ലേ? ശരി, പിടിക്ക്. അള്ളാഹു പിടിച്ചോ. അള്ളാഹു അബ്ദുൽക്ക് അവസരം നൽകുമാറാകട്ടെ. ഞാൻ ഒരു തമാശ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ. ലൈവ പെണ്ണുമ്പിള്ള കാണുന്നുണ്ട്. എല്ലാരും ഞാൻ പറയാം. വീട്ടിൽ ചെല്ലുമ്പോ ചോദിക്കും, എല്ലാ നിങ്ങളെന്താ കൈ പൊക്കാൻ ചെയ്ത്? പിന്നെ അവസാനം നിങ്ങളെ പൊക്കണ്ടു വരും. എടാ, പലരും ഇതിരിക്കണ ചിരിക്കുന്നുണ്ടെങ്കിലും പലരും കൈപൊക്കിയില്ല. കാരണം എന്തെന്നറിയോ? ഉസ്താദെ, ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിലുണ്ടോ? ഇവിടെ സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല എന്ന് പറയുന്നവരാ നമ്മളിൽ അധികം പേര്. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഈ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുക, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടണേ? അല്ലേ? എടാ, ഇപ്പൊ വേണമെങ്കിൽ രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി പോയാലും ചോദിക്കാൻ ആരുമില്ല, ഇല്ലേ? സുഖമായിട്ട് നടക്കാം. മറ്റേതിങ്ങനെ എവിടാ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കും.
നമ്മളൊക്കെ ചോദിക്കുന്നത് നമ്മൾ വിചാരിക്കണം എന്തിനാ അവസ്ഥ പെണ്ണ് കെട്ടണം. എടാ പെണ്ണ് കെട്ടണം എന്തിനാന്നറിയോ? പെണ്ണ് കെട്ടിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാന്റെ ഖുർആൻ പറയാ വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കിട്ടിയ എന്ത് കിട്ടും? നിങ്ങൾ പറയടോ എന്ത് കിട്ടും? എന്റെ പൊന്നു സിറാജ്, ഞാൻ എന്നാണോ കല്യാണം കഴിച്ച അന്നത്തോടെ എന്റെ സമാധാനം പോയെന്ന് നമ്മൾ പറയാം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന. നമ്മൾ കെട്ടിയതോടുകൂടി അത് പോയി. എന്തായാലും ഖുർആൻ പറയണത് തെറ്റാവൂലല്ലോ. എടാ ഈ ലോകത്ത് കുടുംബ ജീവിതത്തിനെ പോലെ സുഖമുള്ള ഒന്നും ഈ ലോകത്ത് അല്ലാഹ് പടച്ചിട്ടില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. വിവാഹ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സന്തോഷം പോലെ ഒരു സന്തോഷവും ഈ ലോകത്തില്ല. അതിന് തെളിവ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകണം, ഇല്ലേ? പറ മനുഷ്യ, സ്വർഗത്തിൽ പോണ്ടേ? ജീവിത മുതുകൂടിയനെ ആഗ്രഹിക്കണം സ്വർഗത്തിൽ പോകണമെന്ന്. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. എങ്കിൽ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടു. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുക. സ്വർഗത്തിന്റെ അവസ്ഥ അറിയാലോ. പടച്ചവനെ അവിടെ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടോ, രോഗമുണ്ടോ? ഒന്നുമില്ല. ആ സ്വർഗത്തിലൂടെ ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കുകയാ. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ആദം നബി ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹ് ചോദിച്ചു, എന്റെ ആദവേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? അള്ളാന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ആദം നബിയോട് എന്താ? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടുപാടാന് തൊഴിമാറ് പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. അവിടെ കള്ളിന്റെ ആറുണ്ടെന്ന്. കള്ള് ഇവിടെ കുടിക്കാതിരുന്ന അവിടെ പോയി ആറിനകത്തുനിന്ന് കോരി കുടിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അള്ളാഹു ചോദിച്ചു, എന്റെ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാഹ്. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ആദം നബി പറഞ്ഞത് ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാഹ്. എന്തോ ഒരു കുറവുള്ളത് പോലെ. ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞത് ഇപ്പോഴാ റെഡിയായി എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ ജീവിതം. സ്വർഗത്തിനെക്കാളും വലുത് അതാണ് കുടുംബ ജീവിതം. പക്ഷെ ജീവിക്കേണ്ടത് പോലെ ജീവിക്കണം. അതാ നിനക്ക് തോന്നണത് പോലെ ഈ സീരിയലും സിനിമയും കണ്ടിട്ട് സ്നേഹിക്കാൻ നിന്ന ഖിയാമത്ത് നാൾ വരെ നടക്കൂല. ഭർത്താക്കന്മാരായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. അല്ലേ? ഏകദേശമുള്ള ആണുങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. നീ കേറി നിൽക്കണതല്ലാതെ ഖിയാമത്ത് നാൾ വരെ നിന്റെ ആമന കേറി നിൽക്കൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെ കൊണ്ട് കഴിയില്ല സഹോദര, ഉറപ്പിച്ച് ഞാൻ പറയും. ഒരാണിനും തന്റെ ഭാര്യ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. കാരണം വളഞ്ഞ എല്ലിൽ നിന്ന് അല്ലാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വളഞ്ഞാലും ഒടിയും, മൂത്താലും ഒടിയും. അതാ രണ്ടിന്റെ ഇടയിൽ വളയ്ക്കുകയും വേണ്ട, ഒടിക്കുകയും വേണ്ട. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ വഴക്കൂടിയിട്ടില്ലേ? പിണങ്ങിയിട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്ക്. ഉമർ തങ്ങള് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ പെണ്ണും പിള്ളയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഖലീഫയോട് പരാതി പറയാൻ വരിക. ഖലീഫയോട് പരാതി പറയാൻ വേണ്ടി വരുമ്പോ ഉമർ തങ്ങളുടെ വീടിനകത്ത് ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഭാര്യ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതി പറയാൻ ഖലീഫയുടെ വീട്ടിൽ വന്നപ്പോ അവിടെ പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കുളത്തി പറയണ പോലെ ഖലീഫ ഉമർ തങ്ങളെ ഭാര്യ ഇങ്ങനെ പറപ്പിച്ചോണ്ടിരിക്കുക. ഈ സാധു ഉണ്ടാതെ ഇറങ്ങിപ്പോയി. ഉമർ തങ്ങൾ വിളിച്ചിട്ട് വെച്ച്, എന്തേപ്പാ? ഒന്നുമില്ല, നിങ്ങൾ എന്തിനാ വന്നേ? പടച്ചോനെ, ഞാൻ എന്റെ ഭാര്യയുടെ പരാതി പറയാമെന്ന്. ഇവിടെ വന്നപ്പോൾ അവസ്ഥ അതിനെക്കാളും വലുത്. ഇതാ കുടുംബ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ വഴക്കുകൂടും, പിണങ്ങും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പാത്രമൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി. നമ്മൾ മനസ്സിലാക്കേണ്ടതാ. പക്ഷെ പെണ്ണിനെ മനസ്സിലാക്കിയ വിഷയം തീർന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുക. യുദ്ധം കഴിഞ്ഞിട്ടാ വരണേ. യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാര്യ,
നമ്മുടെ പെണ്ണുമ്പിള്ള എങ്ങാണ് അങ്ങനെ ചോദിച്ച പടച്ചവനെ നമ്മളെന്താ എവിടെങ്കിലും പോയി വെയിലും കൊണ്ടിട്ട് ഉച്ചയ്ക്ക് തളർന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യ വീടിന്റെ വാതിലിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, ആരോടാ സ്നേഹം എന്ന് ചോദിച്ചാ നമ്മൾ പറയണ മറുപടി നമുക്ക് തന്നെ അറിയാം. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ആയിഷ ബീവി ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നോടാ ഇഷ്ടം, ഏറ്റവും ഇഷ്ടം നിന്നെയാ. അകത്തേക്ക് കയറി പിന്നെയും പിടിച്ചു. രണ്ടാമത്തെ ചോദ്യം, ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നിന്റെ വാപ്പാനോട്. നിന്റെ വാപ്പാനോട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ആയിഷ ബീവി. ഇതാ പെണ്ണ്. അവക്കൊരിക്കലും നിന്റെ വാപ്പായി നിന്റെ ഉമ്മായും പറ്റൂല. ഓളുടെ വാപ്പ ഉമ്മ തന്നെ. അതന്നെ ഓളെ വാപ്പ നിന്റെ ഉപ്പ നല്ല മനുഷ്യനാ, നിന്റെ വീട്ടിൽ കല്യാണത്തിന് പോകണം, ഒന്ന് പൊക്കിയാ മതി, തീർന്ന വിഷയം. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം പ്രശ്നം. എത്ര വൈരാഗ്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും വഴക്കുകൂടി പിണങ്ങി. മിണ്ടുന്നില്ല രണ്ടുപേരും മിണ്ടുന്നില്ല. ആ സമയത്ത് മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അബൂബക്കർ തങ്ങൾ കടന്നു വന്നു. അപ്പൊ മുത്തുനബി പറഞ്ഞു, ആയിഷ ആദ്യം നീ പറ, എന്താ നിന്റെ പരാതി, നീ പറ. നമ്മൾ അങ്ങനല്ല, നമ്മൾ പറയും, നീ കേൾക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്ക് പറയാൻ അവകാശമില്ല, ആണിന്റെ വീട്ടുകാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നീ പരാതിയം. മുത്തുനബി മിണ്ടാതെ ഇരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഒരു വാക്ക് പറഞ്ഞു. നബിയോട് പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഹിച്ചില്ല, എഴുന്നേറ്റിട്ട് കൊടുത്തു പടലിക്കുന്നു. അള്ളാന്റെ റസൂലിനെ എന്തോ ഒന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ അബൂബക്കർ തങ്ങൾ വാപ്പയാ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മധ്യസ്ഥ പറയാൻ വന്ന വാപ്പായി തല്ലി. ആയിഷ ബീവി കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര ഭാര്യ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ, ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, മധ്യസ്ഥ പറയാൻ വന്ന മധ്യസ്ഥ പറയണം, എന്റെ ഭാര്യയല്ല ആരാ പറഞ്ഞത്. തീർന്നു. മധ്യസ്ഥ പറയാമെന്ന എന്റെ ഭാര്യയല്ല ആര് പറഞ്ഞു? അബൂബക്കർ തങ്ങൾ പെട്ടുപോയി. ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം, എന്റെ സഹോദര, സ്നേഹബന്ധം ഉണ്ടാകണം. ഭാര്യ കരഞ്ഞ തീരണം നമ്മുടെ പ്രശ്നങ്ങൾ. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കരുത്. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ബദർ യുദ്ധത്തിന് വരണ്ട, പോയി ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യ്. ഇന്ന് വരെ പെണ്ണുമ്പിള്ള ഉണ്ടാക്കുന്നത് തിന്നുന്നതല്ലാതെ അടുക്കളയിൽ പോയിട്ട് ആ പാവത്തിന്റെ കൂടെ നിന്നൊരു പാത്രമെങ്കിലും നമ്മൾ കഴുകി കൊടുത്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും, പാത്രം കഴുകും. നമ്മളോ അതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നാണക്കേടല്ലേ? എടാ, ഒരിക്കലെങ്കിലും ഭാര്യയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കണം. ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യണം. ഭാര്യ ആരാണെന്ന് അറിയണമെങ്കിൽ അവൾ ഇല്ലാതിരിക്കണം. അപ്പോഴവല്ല ഉള്ളപ്പം വിലയറിയില്ല. നിനക്കും നിന്റെ ഉപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും നിന്റെ മക്കൾക്കും നിന്റെ കൂടപ്പുറപ്പിനും വെച്ച് വിളമ്പി തരണം, വസ്ത്രം കഴുകണം, വീട് നോക്കണം, സർവ്വതും നോക്കണം. എന്നിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിനക്ക് ഇവിടെ എന്ത് ജോലിയാണ്, നീ ഇവിടെ എന്ത് ജോലിയാ? ഒരു ദിവസം അവൾ മരിക്കണം, അന്നറിയാം അവളുടെ ജോലി എന്തായിരുന്നു എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഉസ്മാന് തങ്ങളുടെ ഭാര്യ മരിച്ചു. ഉസ്മാന് തങ്ങളുടെ ഭാര്യ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞെന്തെന്നറിയോ, ഇനി ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും. നമ്മൾ അങ്ങനല്ല. നമ്മളെന്ത് പറയും? ഒരു ഭാര്യ മരിച്ചു, രണ്ടാമത്തത് മരിച്ചാ പറയും പെണ്ണ് വാഴൂല്ല. നമ്മൾ പറയും എന്നെ കെട്ടിച്ചു കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ഒരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും ഉസ്മാനെ. കാരണം ഉസ്മാന് തങ്ങൾ അത്രയ്ക്കും യോഗ്യനായ സഹാബിയ. ഉസ്മാന് തങ്ങൾ അത്രയ്ക്കും യോഗ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമയെന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ ആ പ്രവാചകന്മാരുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ലോകത്തെ ഒരേ ഒരു മനുഷ്യനെ ഉള്ളൂ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, പാപം ചെയ്യാൻ വല്ലാത്ത പേടിയായിരുന്നു ഉസ്മാൻ തങ്ങൾക്ക്. പടച്ചവനെ വല്ലാത്ത പേടിയായിരുന്നു. അതറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബർ കണ്ടാ ഉസ്മാൻ തങ്ങൾ കരയുമായിരുന്നു, ഉസ്മാൻ തങ്ങൾ കരയുമായിരുന്നു. ഖബർ കാണുമ്പോ വല്ലാതെ കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, ഉസ്മാൻ തങ്ങള് നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പടച്ചവനെ മഹ്ശറയെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് നരകത്തെ കുറിച്ച് പറയുമ്പോ, എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കാണുമ്പോ വല്ലാതെ കരയുന്നല്ലോ? എന്തുകൊണ്ടാണ് തങ്ങള്, എന്തുകൊണ്ടാണ് തങ്ങള്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, ഖബറിനെ കുറിച്ച് വഅദ് പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ, കൈകാലുകൾ വിറയ്ക്കണം, നിന്റെ കണ്ണ് നിറയണം, ഖബർ കണ്ടാ കരയണം. ചെറുപ്പക്കാരാ, ഖബർ കണ്ടാ കരയണമടാ. അതുകൊണ്ടാണ് തടവ ഉസ്താദ് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. കരയണമടാ ചെറുപ്പക്കാരാ, ഖബർ കണ്ടാ കരയണമടാ. ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്തിനാ ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നല്ലോ? ഖബർ കാണുമ്പോ താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകുന്നല്ലോ, അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, എന്തേ ചിന്തിക്കാത്തത്? അപ്പമാരോട് ചെറുപ്പക്കാരോട് മക്കളോട് ചോദിക്കുന്നു, എന്തേ ഖബറിനെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഖബറെ ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഈ വഅദ് പറയുന്ന ഞാനുണ്ടല്ലോ, ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ മാതാപിതാക്കളുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കൂട്ടുകാരുണ്ട്. പടച്ചവനെ, നാളെ മഹ്ശറയിലേക്ക് കടന്നു പോകുമ്പോ അവിടെയും എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമല്ലോ. സ്വർഗത്തിലാണെങ്കിലും ആളുണ്ടല്ലോ, നരകത്തിലാണെങ്കിലും ആളുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഇന്ന് വയറ് കടിഞ്ഞിട്ട് വീട്ടിൽ കടന്നു ചെന്നിട്ട് റൂം അടച്ചിട്ട് ലൈറ്റ് അണച്ചിട്ട് ഫാൻ അണച്ചിട്ട് ഒറ്റയ്ക്ക് ബെഡ്റൂമിന്റെ അകത്ത് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോടാ ചെറുപ്പക്കാരാ? പേടിയാടാ മോനെ, ഉപ്പാ പേടിയാ ഉപ്പാ. ഇവിടത്തെ പള്ളിപ്പറമ്പില് പിന്നെ ഒരു ദിവസം ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് കിടത്തുമല്ലോ. 6 അടി മണ്ണിനകത്ത് നിന്നെ ഇറക്കി കിടത്തിയിട്ട് പലകയെടുത്ത് നിരത്തുമല്ലോ, മണ്ണിട്ട് മൂടുമല്ലോ, ചെടി നട്ട് സലാം പറഞ്ഞ് പിരിയുമല്ലോ. എന്തേ ചിന്തിക്കാത്തത്? ഖിയാമത്ത് നാൾ വരെ ഇതിനകത്ത് ഒറ്റയ്ക്ക് കിടക്കണ്ടേ, മഹ്ശറയുടെ ദിവസം വരെ കിടക്കണ്ടേ ബാപ്പാ. അതുകൊണ്ടാ ഖബർ കാണുമ്പോ ഞാൻ കരയുന്നത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
അവിടെ രക്ഷപ്പെട്ട ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. അവിടെ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ. അതുകൊണ്ടാണ് ഖബർ കാണുമ്പോ ഞാൻ കരയുന്നതെന്ന് ഉസ്മാൻ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവിനെ പേടിയുണ്ടോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ് കേൾക്കാൻ ഇന്ന് ഇത്രയും പേര് കടന്നു വന്നല്ലോ. പക്ഷേ സുബഹിക്ക് ഇത്ര ആളില്ല, ഇത്ര ആളില്ല. എന്തുകൊണ്ട് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ ആള് വരുന്നില്ലല്ലോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങനെയാടാ കള്ളു കുടിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് കഞ്ചാവടിക്കാൻ കഴിയുന്നത്? എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കാത്ത വിഭാഗമാണ്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് നന്നാകണമോടാ? നിന്റെ കഞ്ചാവടി മാറണോ? മയക്കുമരുന്ന് ഉപയോഗം മാറണോ? നിന്റെ സർവ്വ ദുസ്വഭാവങ്ങളും മാറണോ? 1 രൂപയുടെ ചെലവില്ലടാ ചെറുപ്പക്കാരാ. ഒരു ഡോക്ടറെയും നീ കാണാ പോകണ്ട. നിനക്ക് നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മഹാനായ സ്വഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അവിടുന്ന് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, നന്നാവണം നബിയേ, നന്നാകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അവിടുന്ന് സ്വഹാബി വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. നബി അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലേക്ക് പോകാനാ. നിന്റെ മയക്കുമരുന്ന് ഉപയോഗം മാറണോ? നിന്റെ സർവ്വ ദുസ്വഭാവങ്ങളും മാറണോ? ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നാളെ 10 മണിക്കൊന്ന് പോകടാ. എന്നെ പോലെ ഈ നാടിനെ വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് പേര് ഈ പള്ളിപ്പറമ്പിൽ 6 മണ്ണിനകത്ത് കിടക്കുന്നുണ്ടടാ ചെറുപ്പക്കാരാ. അവനൊന്നും പറയാനില്ലേ? അവന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയുമോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ മറക്കല്ലേ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, കച്ചവടം നടത്തുന്നവരെ പോലെ പലിശ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, പൈസ വാങ്ങുന്നവരില്ലോ, പൈസ കൊടുക്കുന്നവരില്ലോ. പെട്ടെന്ന് പണക്കാരനാകാൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വാപ്പയുടെ പോക്കറ്റിലും ലോട്ടറിയാ. വാങ്ങാൻ പാടില്ലാത്ത കാര്യമല്ലോ. ഹറാമല്ലേ വാപ്പാ, ഹറാമല്ലേ വാപ്പാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട് പറയുന്ന പെങ്ങള്, പൊന്നുമോളെ, ഹറാമ തിന്നല്ലേ, ഹറാമിനെ കൂട്ടി നിൽക്കല്ലേ. ഭർത്താവിന്റെ ദുസ്വഭാവങ്ങളെ മാറ്റേണ്ടത് നീയാ. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വെടിഞ്ഞു മാറൂ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹു നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ മെസ്സേജ് എഴുതാനും ചിത്രങ്ങൾ അയക്കുവാനും പഠിച്ചവരെ വീഡിയോ കോൾ വിളിക്കുവാനും നിന്റെ വീടിനകത്ത് വിളിച്ച് കയറ്റിയിട്ട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാനും ഒരുപാട് ആണും പെണ്ണുമുണ്ട് മുസ്ലിമേ. അല്ലാഹുവിനെ മറക്കല്ലോ, അല്ലാഹുവിനെ മറക്കല്ലോ. ഇതാ ചെറുപ്പക്കാരാ, അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ.
നിസ്കരിച്ചവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു സ്വർഗമാ, എല്ലാവർക്കും ഒരേ ഒരു സ്വർഗമാ. പക്ഷേ അല്ലാഹു പറയുന്ന ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആർക്കെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമോ, ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമോ. നിങ്ങളൊരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ 5 പക്കത്തും വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഉമർ തങ്ങൾക്ക് പോലും അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു വരുമ്പോ വരുന്ന വഴിയിലൊരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന് ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത പ്രണയമായിരുന്നു. പക്ഷേ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു, പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ സുന്ദരിയായ പെണ്ണ് വന്ന് വിളിച്ചു നിൽക്കുകയാ. മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു നിന്നിട്ട് ചെറുപ്പക്കാര പള്ളിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ, അവിടുന്ന് ചുംബനം കൊടുക്കുകയാ. തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് അവിടുന്ന് പറയുന്നു, ചെറുപ്പക്കാരാ, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് വല്ലാത്ത സ്നേഹമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മാറിടത്തിലേക്ക് തല പിടിച്ച് താഴ്ത്തിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരനോട് ആ പെണ്ണ് കിടന്നിട്ട് അവിടുന്ന് യാചിക്കുമ്പോ ചെറുപ്പക്കാരെ കരയുകയാ. അവിടുത്തെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തിനെന്നറിയോ? അല്ലാഹുവേ, വ്യഭിചരിച്ചല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ, എന്റെ ശരീരത്തിലൊരു പെണ്ണ് തൊട്ടല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. നിലവിളിച്ച് കരയുകയാ. ബോധം കെട്ട് താഴെ വീണു. പെണ്ണവിടെന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് ആരോ വഴിയാത്രക്കാര് അവിടെന്ന് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെന്ന് ബോധം തിരിച്ചു വന്നപ്പോ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. വാപ്പ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? ദുനിയാവും ആഖിറവും പോയി വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി. ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ, എന്റെ ശരീരത്തിൽ തൊട്ടു വാപ്പാ, ഞാനിനി നരകത്തിലാണല്ലോ. വീടിനകത്ത് കിടന്ന് കരയുമ്പോ വാപ്പ പറഞ്ഞു കൊടുത്ത്, എന്റെ പൊന്നുമകനൊന്നും ചെയ്തില്ലല്ലോ, അവൾ ഇങ്ങോട്ട് വന്ന് പിടിച്ചതാണല്ലോ. എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്നവനാണല്ലോ. എന്റെ പൊന്നുമോൻ അല്ലാഹു നരകത്തിലിടൂല. എന്തു പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. വീടിന്റെ അകത്ത് കിടന്ന് ശ്വാസം ഇങ്ങനെ നിലയ്ക്കുന്ന രീതിയിൽ വീടിനകത്ത് കിടന്ന് കരയുമ്പോ അവിടെന്ന് പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് പോയിട്ട് മസല ചോദിക്ക്, ഞാൻ നരകത്തിന്റെ അവകാശിയാണോ, ഞാൻ തെറ്റുകാരനാണോ? വാപ്പ ഓടുകയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു. അവിടെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് സംഭവിച്ചത് മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ നിരപരാധിയാ, അവൻ നിരപരാധിയാ. വാപ്പ തന്റെ മകനോട് പറയാ, ഉമർ തങ്ങളുടെ ചാരത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ്, കര
കരഞ്ഞു കരഞ്ഞു മരിച്ചു കിടക്കുന്ന മകനെ കാണുകയാ. തെറ്റ് ചെയ്തില്ലടാ ചെറുപ്പക്കാരാ, എന്നിട്ടും തെറ്റുകാരനായി പോയല്ലോ. എന്റെ ശരീരത്തിലൊരു പെണ്ണ് തൊട്ടല്ലോ എന്ന് ഓർത്തുപോർത്ത് കരഞ്ഞ് കരഞ്ഞ് നെഞ്ചു പൊട്ടിയിട്ട് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് മരിച്ചു പോവുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ ജനാസ ഖബറിലിറക്കി വെച്ചിട്ട് ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. രണ്ട് സ്വർഗമാ ചെറുപ്പക്കാരാ, രണ്ട് സ്വർഗമാടാ. കള്ള് തന്നിട്ട് പറയും പൈസ വേണ്ട കുടിക്കടാ. ഇന്നി അഖാഫുല്ലാഹ്, പേടിയാ. കഞ്ചാവ് തന്നാലും മയക്കുമരുന്ന് തന്നാലും ഒരു പെണ്ണ് വിളിച്ചിട്ട് പറയുന്നു ആരുമില്ല, വാ നമുക്ക് സുഖിക്കാം. പേടിയാടി എനിക്ക് റബ്ബിനെ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. പറയാൻ കഴിയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പെങ്ങളല്ലേ? സുലൈഖ ബീവിയുടെയും യൂസുഫ് നബിയുടെയും കഥ കേൾക്കുന്നവരല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് സുലൈഖ ബീവി റളിയല്ലാഹു തആല യൂസുഫ് നബിയെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ യൂസുഫേ, എന്തൊരു സൗന്ദര്യമാടാ യൂസുഫേ, എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു താടാ യൂസുഫേ. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി ഇവിടെ നിന്ന് പറയുമ്പോ യൂസുഫ് നബി പറഞ്ഞത് സുലൈഖ, പേടിയാ സുലൈഖ, എനിക്കെന്റെ റബ്ബിനെ വല്ലാത്ത പേടിയാ സുലൈഖ. ചരിത്രം പഠിച്ചവരല്ലേ? കൊല്ലങ്ങൾ കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിച്ചു. പഠിക്കണം പെങ്ങള്, ലവ് സ്റ്റോറി കേൾക്കുന്നത് പോലെ കേട്ടാ മാത്രം പോരാ. യൂസുഫ് നബിയുടെയും സുലൈഖ ബീവിയുടെയും കഥ പഠിക്കുമ്പോ അതിനൊരു അവസാനമുണ്ട് പെണ്ണേ. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയെ വിവാഹം കഴിച്ചു. പക്ഷേ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല സുലൈഖ.